ഹലോ ഗായ്സ്, വെൽക്കം ടു സിമ്പിൾ ഡേയ്സ് ബൈ MM. ഇന്ന് നമ്മളുള്ളത് ചിക്ക്മാംഗ്ലൂരാണ്. മൺസൂൺ ടൈമിൽ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ചിക്ക്മാംഗ്ലൂർ. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടുത്തെ. മഴയും കാറ്റും മഞ്ഞും തണുപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. അത് രാവിലെ ആയാലും ഉച്ച ആയാലും വൈകുന്നേരം ആയാലും എല്ലാം ഒരുപോലെയാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്ക്മാംഗ്ലൂരിലേക്ക് എങ്ങനെ പോകാം, അവിടെ പോയിരിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിക്ക്മാംഗ്ലൂർ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചിക്ക്മാംഗ്ലൂരിൽ നിന്നുള്ള സ്ഥലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല അത്. ആദ്യമായിട്ടാണ് ഒരാൾ ചിക്ക്മാംഗ്ലൂർ വരുന്നതെങ്കിൽ നമുക്ക് എല്ലാ പേരും കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഫസ്റ്റ് എവിടെ പോകണം, ഏത് ടൈമിലാണ് ഓരോ സ്ഥലങ്ങൾ ഓപ്പൺ ചെയ്യുക, എങ്ങനെ പോകണം, ട്രക്കിംഗ് ആണോ കാറിൽ പോകണോ, ഏതാണ് എളുപ്പം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പോയി വരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം നഷ്ടമാവും. ഈ വീഡിയോയിലും ഏകദേശം എല്ലാ സ്ഥലങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിക്ക്മാംഗ്ലൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഈ പോകുന്ന റൂട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് പോകുന്നത്. ഈ ചിക്ക്മാംഗ്ലൂരിന് ഏകദേശം 33 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് മുല്ലയാനഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീക്ക് ഉള്ളത്. ഈ മുല്ലയാനഗിരിയാണ് ചിക്ക്മാംഗ്ലൂരിലെ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന്. ഈ മുല്ലയാനഗിരിയുടെ അടുത്ത് വരുന്ന 4-5 പ്ലേസുകൾ, ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു 4-5 പ്ലേസുകൾ വേറെ ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ മുല്ലയാനഗിരി പോകുമ്പോൾ ആ പ്ലേസും കൂടി അതിൻ്റെ അടുത്തുള്ള പ്ലേസും കൂടി കവർ ചെയ്യായിരിക്കും നല്ലത്. എൻ്റെ ബാക്കിലുള്ള ഈ സ്റ്റാച്യു സിറി കോഫി റിസോർട്ടിൻ്റെ സ്റ്റാച്യു ആണ്. ഇവിടെ തന്നെയാണ് മഹാത്മാഗാന്ധി പാർക്ക് വരുന്നത്. ഈ പാർക്ക് ഓപ്പൺ ചെയ്യുന്നത് 9 o'clock ഓപ്പൺ ചെയ്യുക, 6 o'clock വരെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്റേഴ്സാണ് മുല്ലയാനഗിരി ജാരി ഫാൾസിലേക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇത് ലെമൺ റൈസ് ആണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം കടകളും ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി. പണ്ട് എപ്പോഴോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണോ അതോ ഇനി MCAക്ക് പഠിക്കുമ്പോഴാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്തപ്പോൾ ചിക്ക്മാംഗ്ലൂർ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ടൂറിൽ അതൊന്നും നടന്നില്ല. പിന്നെ സ്ഥിരം ഊട്ടി മൈസൂർ ആ ഒരു ലെവലിലേക്കാണ് പോയത്. പിന്നെ അപ്പോൾ അന്നേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ചിക്ക്മാംഗ്ലൂർ ഒന്ന് പോകണം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബാംഗ്ലൂർ ടു ചിക്ക്മാംഗ്ലൂരാണേ. കണ്ടോ, ആ പോകുന്നത് മൊത്തം റൈഡേഴ്സാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും ഒരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കാറ് റെൻറ്റിന് എടുത്താലും കിട്ടും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബൈക്കിൽ വരണം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാണിക്യധാര ഫാൾസിലേക്കാണ്. ഇവിടെ തന്നെയാണ് ജാരി വാട്ടർഫാൾസ് വരുന്നത്, പിന്നെ മുല്ലയാനഗിരി വരുന്നതും ഹിരിക്കോലയിൽ ലേക്ക് വരുന്നതും, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ എല്ലാത്തിനും ബോർഡ് കാണാം, ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള അതിൻ്റെ ബോർഡ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ മേലേക്കിനെ കയറി പോകും തോറും നല്ല തണുപ്പ് കൂടി വരികയാണ്. നല്ല കോട ഇറങ്ങി വരുന്നുണ്ട്. അടിപൊളി ക്ലൈമറ്റാണ്. അതിൻ്റെ കൂടെ നല്ല കാറ്റും ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ എല്ലായിടത്തും പോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ അവിടുന്ന് പോലീസുകാർ ആദ്യം തന്നെ വാങ്ങി വെക്കും. ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട്. നമുക്ക് വാഹനങ്ങൾ വരുന്നതൊന്നും കാണാനേ ഇല്ല കറക്റ്റായിട്ട്. വണ്ടി ഓടിക്കുമ്പോൾ അതൊന്നും കാണാനില്ല. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊന്ന് തോന്നി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അത്രയും അടിപൊളി ക്ലൈമറ്റാണ്. നല്ല തണുപ്പും കാറ്റും ഒക്കെയുള്ളൊരു ക്ലൈമറ്റാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നല്ല തണുപ്പും കാറ്റൊക്കെ ഉള്ള ക്ലൈമറ്റാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അത് അത്രയും രസമാണത്. ഞങ്ങളിവിടെ എത്തുന്നവരെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഒരു റെയിൻ കോട്ട് വാങ്ങണം. അങ്ങനെ ഒരു റെയിൻ കോട്ട് ഞാൻ വാങ്ങി. ഞാനപ്പോൾ ഒരു യെല്ലോ കളർ നോക്കി വാങ്ങി. യെല്ലോ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരിക്കും. ആ ഫ്ലൂറസെൻറ്റ് ഗ്രീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്കിടുമ്പോൾ അത് അത്ര ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ യെല്ലോ ഇട്ടു. യെല്ലോ വാങ്ങി. നല്ല കോരി ചൊരിയുന്ന മഴയാണ് കേട്ടോ. അതും നല്ല തണുപ്പും. അപ്പോൾ ജാക്കറ്റും ഇതൊക്കെ ഇട്ട് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ജീപ്പിലാണ് പോയത്. ട്രക്കിംഗ് ആണ്. അപ്പോൾ ചിലർ കാറിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷേ കാറ് ഫുള്ളായിട്ട് പോവില്ല. എല്ലാവരും കാറിൽ പോകുന്നത് കാണുന്നുണ്ട്. ജീപ്പിൽ പോകുന്നവർക്ക് ഓക്കെ, കുഴപ്പമില്ല, അവർക്ക് പോവാം. പിന്നെ ബൈക്കിലാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ കാറിൽ പോയിട്ടുണ്ടെങ്കിൽ പകുതി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റോഡൊന്നും റെഡിയല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു എല്ലാവരും കാറിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പോകാമല്ലോ വിചാരിച്ചു. പിന്നെ അത് പോകാൻ നന്നായി തോന്നി. അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ കാറിൽ പോകുന്നത് അത്ര സേഫ് അല്ലാതെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ജീപ്പിലൊക്കെ കയറിയിരുന്നു. ഒരാൾക്ക് 200 രൂപയാണ് അതിൻ്റെ ഫീ വരുന്നത്.
അങ്ങനെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഫുൾ മഞ്ഞായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഭംഗി അത്ര കാണാൻ പറ്റില്ല. അതായത് നല്ല സ്ഥലങ്ങളാണ്, പക്ഷെ അത് മഞ്ഞ് മൂടിയതുകൊണ്ട് ഫുള്ള് കോട ഇറങ്ങിയതുകൊണ്ട് നമുക്കത് കറക്റ്റായി കാണാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു പ്ലേസാണ്. ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡൊന്നുമല്ല, പക്ഷേ ചില ഭാഗത്ത് കാറുകൾക്ക് പോകാൻ പറ്റില്ല, അടി തട്ടും. അപ്പോൾ എന്തായാലും കാറ് പോവാതിരിക്കുക, പകുതി വരെ പോയിട്ട് നിന്ന് അവിടെ നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ പോവുകയാണ് സാധാരണ ഞങ്ങൾ കണ്ടത് അവിടെ. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ഇവിടുന്ന് ഇനി സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടാണ് നമ്മൾ ആ വാട്ടർഫാൾസിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഹെയറൊക്കെ പാറി പറന്നൊരു ഇതായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹെയർ അങ്ങനെ തന്നെയാണ്. ഇവിടെ ചോളം ചുടുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കഴിക്കാൻ വിചാരിച്ചു. നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കി ട്രക്കുകാർ. ഇനി അവർ തിരിച്ച് താഴേക്ക് പോകും, എന്നിട്ട് അവിടുന്ന് വേറെ ആൾക്കാരെ എടുത്ത് കൊണ്ടുവരും. ഇവിടുന്ന് തിരിച്ച് പോകുന്നതിൽ ഏത് ജീപ്പിൽ വേണമെങ്കിലും നമുക്ക് പോവാം. ഇനി നമുക്ക് താഴേക്ക് പോവാം. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് പോയിട്ടാണ് ആ വാട്ടർഫാൾസ് ഉള്ളത്. ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നടന്ന് പോയിട്ട് അവിടെ താഴേക്ക് എത്തും. ഇവിടെ എത്ര 10 രൂപയോ 5 രൂപയായിട്ടാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ ഒന്നും കാണാനില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ വെറും ഈ വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ, പുക പോലെ. എല്ലാവരും വാട്ടർഫാൾസിൽ നിന്ന് കുളി കഴിഞ്ഞ് വരികയാണ്. ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ പോകണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ധ്യാനത്തിന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതിനാണ് അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് വേഗം പോകുന്നത് വാട്ടർഫാൾസിൽ പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവനങ്ങനെ വെള്ളത്തിൽ കളിക്കാനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വരാതെ അച്ഛനെ തന്നെ ആദ്യമേ പിടിച്ച് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ കുറച്ചൊക്കെ കിട്ടിയുള്ളൂ. അവർ 2 പേരും അതിനാ താഴെ പോയിട്ട് ഭയങ്കര കുളിയാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മൾ ജീപ്പ് കിട്ടി. അപ്പോൾ ജീപ്പ് കിട്ടിയിട്ട് കുറച്ച് താഴേക്ക് പോയപ്പോൾ അവിടെ വേറൊരു സ്ഥലമുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. തിരിച്ചു വരുമ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കിയത്. ഇവിടെ ഭയങ്കര കാറ്റാണ്. അയ്യോ, ഞാൻ വിചാരിച്ചത് കൊടുങ്കാറ്റാണോ എന്നൊക്കെ വിചാരിച്ചു ഫസ്റ്റ്. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.